ആദ്യം ഈ വള്ളി കിടക്കുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. വള്ളി നല്ല പച്ചപ്പ്. ഇപ്പം 2 ദിവസം കൊണ്ടായി വള്ളി അങ്ങ് നല്ല ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് അന്നേരം നമുക്ക് ആ എണ്ണം മനസ്സിലായത്. കാര്യം നിറയെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരാന്നൊന്നും നമുക്ക് കാണാതെ പറയാൻ പറ്റത്തില്ല. പക്ഷെ പോയിട്ടുണ്ടെന്നുള്ളത് സത്യം. ഈ കാണിച്ച തെണ്ടിത്തരത്തിന് പറയാൻ വാക്കുകളില്ല. ഇത്തരമൊരു പദം ഉപയോഗിക്കേണ്ടി വന്നതിൽ തന്നെ ഖേദിക്കുകയാണ്. വർഷങ്ങളായി തരിശു കിടന്ന് ചൂട് കയറി പാറയ്ക്ക് സമാനമായി കിടന്ന പുരയിടം 9 വീട്ടമ്മമാർ ചേർന്നാണ് കിളച്ച് പണയൊക്കെ കോരി കൃഷിയിറക്കിയത്. ഈ കൂട്ടായ്മയിലുള്ളത് ഹരിതകർമ്മസേനയിലും തൊഴിലുറപ്പിലുമൊക്കെ പണിയെടുക്കുന്ന സാധാരണക്കാരാണ്. അവർ ജോലി കഴിഞ്ഞ് വൈകിട്ട് ഒത്തുകൂടിയാണ് ഏതാണ്ട് 1 ഏക്കറോളം വരുന്ന പുരയിടത്തിൽ കൃഷിയിറക്കിയത്. അർവാനയിൽ കന്നാസിൽ ജലം ചുമന്നെത്തിച്ച് കൃഷിയിറക്കിയ തണ്ണിമത്തൻ ഏതാണ്ട് വിൽക്കാൻ പരുവമായപ്പോൾ കണ്ടാൽ സഹിക്കാത്തവർ എവിടെയും ഉണ്ടാവുമല്ലോ. 50ലധികം തണ്ണിമത്തനാണ് ഈ പാവങ്ങളുടേത് മോഷ്ടിച്ച് കടത്തിയത്. പുരയിടത്തിന് ഗേറ്റും മതിലുമൊക്കെ ഉണ്ടായതുകൊണ്ട് ഇത് ചാടിക്കടന്നാകണം മോഷ്ടിച്ചതെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ആദ്യം ഈ വള്ളി കിടക്കുന്നതുകൊണ്ട് നമ്മളത് ശ്രദ്ധിച്ചില്ല. വള്ളി നല്ല പച്ചപ്പ്. ഇപ്പം 2 ദിവസം കൊണ്ടായി വള്ളി അങ്ങ് നല്ല ഇതായിരുന്നു. അപ്പം അതുകൊണ്ട് അന്നേരം നമുക്ക് ആ എണ്ണം മനസ്സിലായത്. കാര്യം നിറയെ കിടപ്പുണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരാന്നൊന്നും നമുക്ക് കാണാതെ പറയാൻ പറ്റത്തില്ല. പക്ഷെ പോയിട്ടുണ്ടെന്നുള്ളത് സത്യം. നല്ല വലിയ എണ്ണം നോക്കിയാ വലുത് നോക്കിയാ പോയിട്ട്. അത് ഈ ഇടയ്ക്ക് ഭാഗത്തുനിന്നാണ് പോയേക്കുന്നത്. അപ്പം അവിടെ ഇങ്ങനെ ആ വള്ളി ഇങ്ങനെ ഉണങ്ങിയപ്പോൾ ഒരു റോയിൽ ഇങ്ങനെ അവിടെ ഇവിടെ ആയിട്ട് പിന്നെ ഒറ്റപ്പെട്ട് കിടന്നത്. എണ്ണം കുറഞ്ഞിട്ടുണ്ടല്ലോ. എണ്ണം അന്നേരം കുറവുണ്ട്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്ന ഈ ഇടയ്ക്കിടയ്ക്ക് വലുത് കാണാത്തോണ്ട് നമ്മൾ ശ്രദ്ധിച്ചെന്നുള്ളതാണ്. ജൈവ കൃഷി ആയതുകൊണ്ട് തന്നെ കിലോയ്ക്ക് 50 രൂപ നിരക്കിലാണ് വിളവെടുപ്പിൽ തണ്ണിമത്തൻ വിറ്റത്. നല്ല ഒരു തുക ഈ രീതിയിൽ പുത്തൂർ പൗത്രേശ്വരത്തെ ഈ ബെസ്റ്റ് ഫ്രണ്ട് എന്ന കൂട്ടായ്മയ്ക്ക് നഷ്ടപ്പെട്ടു. ജീവിതം കരുപിടിപ്പിക്കാൻ സ്വന്തമായി ഒരു കാർഷിക കൂട്ടായ്മ സംഘടിപ്പിച്ചെടുത്ത നാട്ടിൻപുറത്തെ ഒരു പറ്റം അമ്മമാർക്കാണ് കൈപ്പേറിയ അനുഭവമുണ്ടായത്. ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും ദ്രോഹിക്കരുതെന്നാണ് ഇവരുടെ ദയനീയമായ അഭ്യർത്ഥന. നാട്ടിലെ ഒരു പറ്റം ആൾക്കാരുടെ അകമഴിഞ്ഞ പിന്തുണയും സഹായത്തോടെയുമാണ് ബെസ്റ്റ് ഫ്രണ്ട് ഗ്രൂപ്പ് കാർഷിക മേഖലയിൽ ചുവടുറപ്പിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയ കവർച്ചയുണ്ടായത്. അപ്പോൾ ഇന്ത്യയിലെ സ്ത്രീകളുടെ ആകമാനമുള്ള ശാക്തീകരണത്തിന് വേണ്ടി സംഘടനയാണ് മഹിളാ അസോസിയേഷൻ. മഹിളാ അസോസിയേഷൻ സ്ത്രീകൾ രൂപകൽപ്പന ചെയ്ത ഒരു ഗ്രൂപ്പ് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നുള്ള ഗ്രൂപ്പ് അവരുടെ വിശേഷങ്ങളെല്ലാം അവരെയൊക്കെ സഹായം നൽകുന്ന കൃഷി ഉദ്യോഗസ്ഥയും അതുപോലെ അവർ നമ്മുടെ വനിതാ കർഷകരുടെ എല്ലാം വാർത്തകൾ ഞങ്ങളുടെ ചാനലിലൂടെ എല്ലാം കണ്ട് വലിയ മനസ്സിന് സംതൃപ്തിയും സന്തോഷവും തോന്നി. ഞങ്ങളുടെ സന്തോഷത്തിൻ്റെ ആ ആധിക്യം അതില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഈ രീതിയിലൊന്ന് ഞങ്ങൾക്ക് എളിയ രീതിയിലാണെങ്കിലും അവരോടൊപ്പം ചേർന്ന് ഞങ്ങൾക്കൊന്ന് സന്തോഷിക്കാനുള്ള ഒരു അവസരം ഉണ്ടായി. അതിൻ്റെ പേരിൽ അവർക്ക് ഒരു ചെറിയ ഉപഹാരം മഹിളാ അസോസിയേഷൻ പേരിൽ കൊടുക്കുകയാണ്. അഖിലേന്ത്യ സംബന്ധിയായിട്ടുള്ള സാമഗ്രികൾ നിങ്ങൾക്ക് കൈമാറുകയാണ്. സന്തോഷം. ചേച്ചി അവിടെ